മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മത്തി. മത്തിയുടെ ലഭ്യതയിൽ വരും മാസങ്ങളിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടാനിടയുണ്ടെന്ന മുന്നറിയിപ്പ് മത്സ്യബന്ധന മേഖലയിലും ഉപഭോക്താക്കളിലും ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപഭോഗമുള്ളതും സാധാരണക്കാരന്റെ ഭക്ഷണമേശയിൽ സ്ഥിര സാന്നിധ്യവുമായ മത്തി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഏറ്റവും ശക്തമായി നേരിടുന്ന മത്സ്യവിഭാഗങ്ങളിൽ ഒന്നാകാമെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. സമുദ്രോപരിതലത്തിലെ താപനില അസാധാരണമായി ഉയർത്തുന്ന എൽ നിനോ പ്രതിഭാസം ഈ വർഷം ശക്തി പ്രാപിച്ചതോടെയാണ് മത്സ്യസമ്പത്തിൽ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ഉയർന്നത്. കടലിലെ ജലതാപനില ഉയരുന്നത് ചെറുമത്സ്യങ്ങളുടെ സ്വാഭാവിക ജീവിതചക്രത്തെയും പ്രജനനത്തെയും ഭക്ഷണ ലഭ്യതയെയും നേരിട്ട് ബാധിക്കുന്നതായി ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. കേരള തീരത്ത് ധാരാളമായി ലഭിക്കുന്ന നെയ്മത്തി ഉൾപ്പെടെയുള്ള ചെറുമത്സ്യങ്ങൾ ചൂട് വ്യതിയാനത്തോട് അതീവ സംവേദനശേഷിയുള്ളവയാണെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. CMFRIയുടെ പഠനങ്ങൾ പ്രകാരം മത്തിയുടെ പ്രജനനകാലം സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിലാണ്. ഈ സമയത്ത് സമുദ്രത്തിലെ താപനില നിയന്ത്രിതമായിരിക്കേണ്ടത് മുട്ടയിടലിനും അവയുടെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ എൽ നിനോയുടെ സ്വാധീനത്തിൽ കടൽ ജലം അമിതമായി ചൂടാകുമ്പോൾ മുട്ടയിടൽ പ്രക്രിയ തന്നെ തടസ്സപ്പെടുകയോ മുട്ടകളുടെ ജീവനക്ഷമത കുറയുകയോ ചെയ്യുന്നു. വിരിയേണ്ട മുട്ടകൾ വിരിയാതെ നശിക്കുകയോ വിരിഞ്ഞാലും ലാർവ ഘട്ടത്തിൽ തന്നെ കുഞ്ഞു മത്സ്യങ്ങൾ ചൂട് താങ്ങാനാവാതെ നശിച്ചു പോവുകയോ ചെയ്യുന്ന സാഹചര്യം വർദ്ധിക്കുന്നതായി ഗവേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മത്തിയുടെ ലഭ്യത കുറയാൻ മറ്റൊരു പ്രധാന കാരണമായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് കടലിലെ പ്ലവകങ്ങളുടെ കുറവാണ്. മത്തിയുടെ പ്രധാന ഭക്ഷണമായ പ്ലവകങ്ങൾ സമുദ്രത്തിലെ പോഷക സമ്പുഷ്ടമായ ജലപ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് വളരുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ കടലിന്റെ അടിത്തട്ടിലുള്ള പോഷക സമൃദ്ധമായ തണുത്ത വെള്ളം ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്ന സ്വാഭാവിക പ്രക്രിയയാണ് അപ്വെല്ലിംഗ്. ഈ പ്രതിഭാസം മൂലം പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുകയും അതുവഴി മത്സ്യസമ്പത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ എൽ നിനോയുടെ സ്വാധീനത്തിൽ ഈ അപ്വെല്ലിംഗ് ദുർബലമാകുന്നതോടെ പോഷക സമ്പന്നമായ ജലം ഉപരിതലത്തിലെത്തുന്നത് കുറയുന്നു. ഇതിന്റെ ഫലമായി പ്ലവകങ്ങളുടെ അളവിൽ ഗണ്യമായ ഇടിവുണ്ടാവുകയും മത്തികൾക്ക് ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ഭക്ഷണം കുറയുന്നതും ജലതാപനില ഉയരുന്നതും ഒരേ സമയം സംഭവിക്കുമ്പോൾ മത്തിയുടെ വളർച്ചയും പ്രജനനവും പ്രതികൂലമായി ബാധിക്കപ്പെടുന്നു. പ്രജനനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം നഷ്ടപ്പെടുകയും ഭക്ഷണം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മത്തി ഉൾപ്പെടെയുള്ള നിരവധി മത്സ്യങ്ങൾ കൂടുതൽ തണുത്ത ജലമുള്ള സമുദ്രമേഖലകളിലേക്ക് കുടിയേറുന്ന പ്രവണതയും വർദ്ധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുമൂലം കേരള തീരത്ത് ലഭിക്കുന്ന മത്തിയുടെ അളവ് ഗണ്യമായി കുറയാനും മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തെയും മത്സ്യവിപണിയെയും ബാധിക്കാനും സാധ്യതയുണ്ട്. ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ പ്രകാരം നിലവിൽ അനുഭവപ്പെടുന്ന എൽ നിനോ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളോടെയാണ് കൂടുതൽ വ്യക്തമായി പ്രകടമാവുക. ഈ വർഷം മതിയായ തോതിൽ പുതിയ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത സാഹചര്യം അടുത്ത മത്സ്യബന്ധന സീസണിൽ കടുത്ത മത്സ്യക്ഷാമത്തിന് വഴിവെച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ലഭ്യത കുറയുന്നതോടെ വിപണിയിൽ മത്തിയുടെ വില ഉയരാനും സാധാരണക്കാരുടെ ഭക്ഷണച്ചെലവിൽ വർധനവുണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിനൊപ്പം സമുദ്ര ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പവിഴപ്പുറ്റുകളുടെ നാശം. കടൽ ജലത്തിന്റെ താപനില ഉയരുന്നതോടെ പവിഴപ്പുറ്റുകൾക്ക് വെളുപ്പിക്കൽ പ്രതിഭാസം സംഭവിക്കുകയും അവ നശിക്കുകയും ചെയ്യും. ചെമ്പല്ലി ഉൾപ്പെടെയുള്ള നിരവധി മത്സ്യവർഗ്ഗങ്ങൾ പവിഴപ്പുറ്റുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവ നശിക്കുന്നതോടെ മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളും ആവാസ വ്യവസ്ഥയും തകരാറിലാവുകയും മത്സ്യസമ്പത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ കുറയുകയും ചെയ്യും. പ്രത്യേകിച്ച് ലക്ഷദ്വീപ് പോലുള്ള ദ്വീപ സമൂഹങ്ങളിൽ പവിഴപ്പുറ്റുകൾ പ്രകൃതിദത്ത പ്രതിരോധ ഭിത്തിയായി പ്രവർത്തിക്കുന്നതിനാൽ അവയുടെ നാശം മത്സ്യസമ്പത്തിനൊപ്പം തീരസംരക്ഷണത്തെയും ഭൂവിസ്തൃതിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര താപനില വർദ്ധിക്കൽ, പവിഴപ്പുറ്റുകളുടെ നാശം, മത്സ്യങ്ങളുടെ പ്രജനനക്കുറവ്, ഭക്ഷ്യക്ഷാമം എന്നിവ പരസ്പരം ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളായതിനാൽ വരും വർഷങ്ങളിൽ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയരാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.